ഭാരതീയ ഇതിഹാസങ്ങളിൽ കാണപ്പെടുന്ന ഒരു ദേവതയാണ് ബ്രഹ്മരക്ഷസ്. ദുർമരണപ്പെട്ട ബ്രാഹ്മണനായ വ്യക്തിയുടെ പ്രേതമാണ് ബ്രഹ്മരക്ഷസായി മാറുന്നത് എന്നാണ് ഐതിഹ്യം. രക്ഷസ് എന്നാൽ രക്തം കുടിക്കുന്ന പിശാച് എന്നാണ് അർത്ഥം. വിക്രമാദിത്യ കഥകൾ ഉൾപ്പെടെയുള്ള ഇതിഹാസ കാവ്യങ്ങളിൽ ബ്രഹ്മരക്ഷസുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ദുർമൂർത്തികളായും സദ്ദേവതകളായും ഇവർ ആരാധിക്കപ്പെടുന്നു. പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങൾ അനുസരിച്ച് അവർ ശക്തരായ പൈശാചിക ആത്മാവാണ്. പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപദേവതാ ഗണമാണ് രക്ഷസ്. ഇവരെ രാക്ഷസന്മാരുടെ ഗണത്തിലാണ് പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളത്. കശ്യപ പ്രജാപതിക്ക് ദക്ഷപുത്രിയായ മുനിയിൽ ജനിച്ചവരാണ് രക്ഷസുകളെന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഗ്നിപുരാണം 19-ാം അധ്യായത്തിലും കശ്യപ പ്രജാപതിക്ക് മുനിയെന്ന ഭാര്യയിൽ യക്ഷന്മാരും രക്ഷസുകളും ജനിച്ചതായാണ് പറയുന്നത്. ശബ്ദധാരാവലിയിൽ അസ് എന്ന വാക്കിന് അറിയുക, ജീവിക്കുക, ഭവിക്കുക എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. അതായത് രക്ഷസ് എന്നാൽ രക്ഷ കൊടുക്കുന്ന മൂർത്തി എന്നർത്ഥം. കേരളത്തിൽ രക്ഷസ് എന്ന സങ്കല്പം അപമൃത്യു സംഭവിച്ചിട്ടുള്ള ബ്രാഹ്മണരുടെ ആത്മാക്കൾ എന്നതാണ് പരക്കെയുള്ള വിശ്വാസം. ബ്രാഹ്മണർ അപമൃത്യുപ്പെട്ടാൽ ബ്രഹ്മരക്ഷസുകളാകുമെന്നാണ് വിശ്വാസം. തന്ത്രമന്ത്ര വിദ്യാപാണ്ഡിത്യമുള്ള കാർമ്മികരായ ശേഷം ബ്രാഹ്മണ കുടുംബങ്ങളാണ് രക്ഷസിനെ സംബന്ധിച്ചുള്ള അനുഷ്ഠാന പൂജാകർമ്മങ്ങൾ പരമ്പരാഗതമായി കേരളത്തിൽ ചെയ്തു വരുന്നത്. രക്ഷസിന്റെ പ്രതിഷ്ഠ ശിവലിംഗ രൂപത്തിലും വാൽക്കണ്ണാടി ആകൃതിയിലുമാണ്. കരിങ്കൽ ശിലയിലും പ്രതിഷ്ഠകൾ നടത്താറുണ്ട്. കുടുംബത്തിന്റെ ഉന്നതിയിൽ താൽപ്പര്യമുള്ള ശക്തിയെന്ന രീതിയിൽ രക്ഷസിനെ ഭക്തിപൂർവ്വം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. രക്ഷസിന് പ്രധാനപ്പെട്ട ദിവസങ്ങൾ വ്യാഴാഴ്ച, വെളുത്തവാവ്, കറുത്തവാവ് എന്നീ ദിവസങ്ങളാണ്. പാൽപ്പായസ നിവേദ്യമല്ലാതെ മറ്റ് പൂജകളോ വഴിപാടുകളോ രക്ഷസിന് ചെയ്യാറില്ല. അസ്വാഭാവികമായി മരണപ്പെട്ട ബ്രാഹ്മണന്റെ ആത്മാവായ ബ്രഹ്മരക്ഷസ് രക്ഷ നേടാതിരിക്കാനും പൈശാചിക പ്രവൃത്തികൾ ചെയ്യാതിരിക്കാനും ക്ഷേത്രങ്ങളിൽ കുടിയിരുത്താറുണ്ട്. ബ്രഹ്മരക്ഷസുകൾക്കായി പ്രത്യേക ആരാധനാ സ്ഥലമുണ്ട്. ബ്രഹ്മരക്ഷസുകൾക്ക് പിശാചിൻ്റെതായ ശല്യം ചെയ്യലും പേടിപ്പിക്കലുമുണ്ട്. ബ്രഹ്മരക്ഷസിന് വലിയ ശക്തി ഉണ്ടത്രേ. അവരെ പ്രീതിപ്പെടുത്തുന്നവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും നൽകും. അവരെ വെറുക്കുന്നവരെ ഉപദ്രവിക്കുകയും മരണപ്പെടുത്തുകയും ചെയ്യും. അവർക്ക് അവരുടെ പഴയ ജീവിതത്തെപ്പറ്റി പൂർണ്ണമായും അറിവുള്ളതുകൊണ്ട് പഴയ ജന്മത്തിലെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുകയും ചെയ്യുമത്രേ. പല സ്ഥലത്തും ഒരു ബ്രഹ്മരക്ഷസ് ഉണ്ടാകും. ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും മറ്റു പ്രവർത്തനങ്ങളും അവർ തടസ്സപ്പെടുത്താമെന്നാണ് വിശ്വാസം. അതിനാൽ ചില സ്ഥലങ്ങളിൽ ക്ഷേത്ര പുനർനിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രത്യേക ക്ഷേത്രം അവർക്കായി നിർമ്മിച്ച് ദിവസവും വിളക്ക് തെളിച്ച് ആരാധിക്കും. ക്ഷേത്ര നിർമ്മാണത്തെ അവർ തടസ്സപ്പെടുത്താതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. കോട്ടയത്തെ തിരുനക്കര ശിവക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസിനായി പ്രത്യേക ക്ഷേത്രമുണ്ട്. ഇതിന്റെ ചരിത്രം വളരെ രസകരമാണ്. അവിടുത്തെ രാജാവിന് മൂസ് എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. മൂസ് വളരെ സുന്ദരനായിരുന്നു. മൂസിൽ രാജ്ഞി ആകർഷകയായി. അദ്ദേഹവുമായി രാജ്ഞി പ്രണയത്തിലായി. ഇതിൽ കുപിതനായ രാജാവ് മൂസിനെ വധിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ ഭടന്മാർ വേറൊരു പുരോഹിതനെ അബദ്ധത്തിൽ വധിച്ചു. മരിച്ച പുരോഹിതന്റെ ഭാര്യ ബ്രഹ്മരക്ഷസായി എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അവളെ പ്രീണിപ്പിക്കാനായി രാജാവ് മറ്റൊരു ക്ഷേത്രം നിർമ്മിച്ചു. സനാതനധർമ്മത്തിലെ ഏറ്റവും ശക്തമായ ദുഷ്ട അമാനുഷിക ഘടകങ്ങളിൽ ഒന്നാണ് ബ്രഹ്മരക്ഷസ്. പല സ്ഥലങ്ങളിലും രക്ഷസുകളെ പവിത്രമായി കണക്കാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. കാരണം വഴിപാടുകളിലൂടെയും ആരാധനകളിലൂടെയും പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞാൽ അവരുടെ ഏതാഗ്രഹവും നിറവേറ്റാനും അനുഗ്രഹിക്കാനും ബ്രഹ്മരക്ഷസിന് കഴിയുമെന്നാണ് വിശ്വാസം. വളരെ വിദ്യാസമ്പന്നരായ ചില ബ്രാഹ്മണർ അഹങ്കാരികളായി തീരുകയും നിരവധി ക്രൂരതകൾ ചെയ്യുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ ഹിന്ദു പുരാണങ്ങളിലുണ്ട്. ദൈവഹിതത്താൽ അവ യഥാസമയം നശിപ്പിക്കപ്പെടുന്നു. അവരെ ഒരു പാഠം പഠിപ്പിക്കാനും വിമോചനത്തിലുള്ള വഴി കാണിച്ചു കൊടുക്കാനും അവരെ ബ്രഹ്മരക്ഷിതാക്കളാക്കി മാറ്റുന്നു. ബ്രാഹ്മണർ വധിക്കപ്പെടുകയോ അപമൃത്യു ആകുകയോ ചെയ്താൽ ബ്രഹ്മരക്ഷസായി മാറുമെന്നാണ് വിശ്വാസം. ബ്രഹ്മരക്ഷസുകൾ വേദനയും നിരാശയും ക്രോധവുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ പാത മുറിച്ചു കടക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ചില അപൂർവ സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ തനിക്ക് പൂർത്തീകരിക്കപ്പെടാത്ത ചില ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവർ ആളുകളെ തന്റെ വരുതിയിലുമാക്കുമത്രേ. ബ്രഹ്മരക്ഷസ് ആധിപത്യം പുലർത്തുന്ന ആളുകൾ ഈ പൈശാചിക ശക്തികളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി മാനസിക രോഗികളായി സമനില തെറ്റി ഭ്രാന്തന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങുമെന്നുമാണ് വിശ്വാസം. ബ്രഹ്മരക്ഷസുകളെ കുറിച്ച് മറ്റൊരു കഥയുണ്ട്. ഒരിക്കൽ ശിവനും പാർവതിയും കൈലാസത്തിൽ ഇരിക്കുമ്പോൾ
പാർവതി ശിവനോട് ചോദിച്ചു, ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്, പിന്നെ എന്തിനാണ് ഇരുട്ടുള്ളതെന്ന്? തമസിന്റെ ആൾരൂപമായി ഒരാൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമോ എന്ന് പാർവതി വീണ്ടും ചോദിച്ചു. അത് സാധ്യമാണെന്നും അത് തന്റെ ശക്തിയെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ശിവൻ മറുപടി പറഞ്ഞു. ബ്രഹ്മരക്ഷകളെക്കുറിച്ച് ശിവൻ പാർവതിയോട് പറഞ്ഞു. ബ്രഹ്മാവ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ അവൻ തന്റെ സൃഷ്ടി സത്വ, രാജ, തമസ് എന്നിവയിൽ പ്രകൃതിയുടെ 3 രീതികൾ സന്നിവേശിപ്പിച്ചു. അതിനാൽ പ്രകൃതിയുടെ ആ രീതികൾ അദ്ദേഹം സന്നിവേശിപ്പിച്ചപ്പോൾ തന്റെ സൃഷ്ടിയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവയിലും പ്രവർത്തിച്ചു. അദ്ദേഹം സത്വത്തിൽ തുടങ്ങി രജസിലേക്കും പിന്നീട് തമസിലേക്കും നീങ്ങി. തന്റെ സൃഷ്ടിയുടെ പൂർത്തീകരണത്തിന് ശേഷം തന്റെ എല്ലാ മാനസപുത്രന്മാരും ഗ്രഹത്തിന്റെ ഭാഗമാകാതിരിക്കാൻ തീരുമാനിച്ചതിനാൽ ഭാവിയിലെ ഉപജീവനം ഉറപ്പാക്കുന്ന ഒരു ഘടകം ഈ സൃഷ്ടിയിൽ പ്രധാനമായും ഉൾപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചുവത്രേ. ആ ഘടകം തമസ് അഥവാ ഇരുട്ടായിരുന്നു. എന്നാൽ തമസിന്റെ പ്രഭാവം കാരണം അദ്ദേഹത്തിന്റെ മനസ്സും കളങ്കപ്പെട്ടു. തമസിന്റെ പ്രതിരൂപമായ മറ്റൊരു പുത്രനെയും സൃഷ്ടിക്കേണ്ടി വന്നു. അതാണ് രക്ഷസ്. സത്വത്തിന്റെ പ്രതിരൂപമായിരുന്ന മറ്റ് മാനസപുത്രന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ബ്രഹ്മരക്ഷസ് ഒരു തമസ പ്രകൃതക്കാരനും ശക്തനുമായിരുന്നു. ബ്രഹ്മാവ് സൃഷ്ടിച്ചതിനാൽ അദ്ദേഹം ബ്രഹ്മരക്ഷസ് എന്ന് പരിചയപ്പെടുത്തി. ബ്രഹ്മാവിനെ പോലെ തന്നെ ശക്തനാക്കാൻ രക്ഷസ് ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് അത് നിരസിച്ചു. ബ്രഹ്മാവ് ആഗ്രഹിച്ച ഫലം രക്ഷസിൽ നിന്നും കിട്ടാത്തതിനാൽ അദ്ദേഹം ബ്രഹ്മരക്ഷസിനെ നിരാകരിക്കുകയും പ്രപഞ്ചത്തിന്റെ വിവിധ കോണുകളിൽ അലഞ്ഞു തിരിയാൻ വിടുകയും ചെയ്തു. വിദ്യാഭ്യാസവും ആത്മീയ ജ്ഞാനവും ഇല്ലാത്ത രക്ഷസ് നിരവധി ഗുരുക്കന്മാരെ തേടിയെങ്കിലും എല്ലാവരും അവനെ നിരസിച്ചതിനാൽ ഒടുവിൽ ശിവന്റെ അടുത്ത് അഭയം തേടി. പ്രസിദ്ധമായ സൂര്യശതകം, അതായത് സൂര്യഭഗവാനെ സ്തുതിക്കുന്ന 100 ശ്ലോകങ്ങൾ രചിച്ച 7-ാം നൂറ്റാണ്ടിലെ സംസ്കൃത കവി മയൂർ ഭട്ട ബ്രഹ്മരക്ഷസിനാൽ അസ്വസ്ഥനായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ബീഹാറിലെ ഔറംഗാബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സൂര്യക്ഷേത്രത്തിൽ തപസ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്രഹ്മരക്ഷസ് താമസിച്ചിരുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ മയൂർ ഭട്ടൻ തപസ് ചെയ്യുകയും ശ്ലോകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. മയൂർ ഭട്ടൻ പറഞ്ഞ വാക്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ബ്രഹ്മരക്ഷസ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. രക്ഷസിനെ പരാജയപ്പെടുത്താൻ മയൂർ ഭട്ടൻ മൂക്കിലൂടെ വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങി. ബ്രഹ്മരക്ഷസിനോ മറ്റാത്മാക്കൾക്കോ മൂക്കില്ലാത്തതിനാൽ അത് പരാജയപ്പെടുകയും വൃക്ഷം ഉപേക്ഷിക്കുകയും ചെയ്തു. അതുടൻ ഉണങ്ങിപ്പോയി. ആത്മാവ് പോയതിനു ശേഷം മയൂർ ഭട്ടന് സമാധാനപരമായി സൂര്യനെ സ്തുതിച്ചുകൊണ്ട് 100 ശ്ലോകങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പഞ്ചതന്ത്രം തുടങ്ങിയ പഴയ ഇന്ത്യൻ കഥകളിലും മറ്റ് പഴയ കഥകളിലും ബ്രഹ്മരക്ഷസുകൾ ഒരു സ്ഥിരം സവിശേഷതയായിരുന്നു. ഈ കഥകൾ അനുസരിച്ച് ബ്രഹ്മരക്ഷസ് ഏതെങ്കിലും വ്യക്തിയിൽ പ്രസാദിച്ചാൽ എന്തെങ്കിലും വരം, പണം, സ്വർണം എന്നിവ ലഭിക്കുമായിരുന്നു. മിക്ക കഥകളിലും അവരെ ഭീകരരും നിന്ദ്യവുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തലയിൽ രാക്ഷസനെ പോലെ കൊമ്പുകളുമായി അവർ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നതായി പറയപ്പെടുന്നു. പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, കേരളം, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങൾക്ക് പുറത്ത് ബ്രഹ്മരക്ഷസിന്റെ വിഗ്രഹങ്ങൾ കാണാം. അവിടെ പൂജ ചെയ്യുകയും എണ്ണവിളക്ക് കത്തിക്കുകയും ചെയ്യുന്നു. മടിക്കേരിയിൽ ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠയുണ്ട്. ശൃംഗേരിയിലെ മലയാള ബ്രഹ്മക്ഷേത്രത്തിലും ബ്രഹ്മരക്ഷസുണ്ട്. മാവേലിക്കരയ്ക്കടുത്തുള്ള പ്രസിദ്ധമായ കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസിന് വേണ്ടി പ്രത്യേക ക്ഷേത്രമുണ്ട്. കേരളത്തിലെ ഞാറക്കലിൽ 800 വർഷം പഴക്കമുള്ള ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ ശിവൻ, നാഗരാജാവ് എന്നിവർക്കൊപ്പം ബ്രഹ്മരക്ഷസുമുണ്ട്. പാലക്കാട് ജില്ലയിൽ ഷൊർണൂരിനടുത്തുള്ള മുണ്ടക്കോട്ട് കുരിശിയിലെ അകത്തേക്കുന്നത്ത് മനയിൽ ആളുകൾ ബ്രഹ്മരക്ഷസിനെ ആരാധിക്കുകയും വഴിപാടുകളും മറ്റ് ചടങ്ങുകളും നടത്തുകയും ചെയ്യുന്നു.